സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇപ്പോൾ വസന്തകുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ വൈകുന്നേരത്തോടുകൂടി JNU ക്യാമ്പസിൽ അദ്ദേഹം പഠിച്ച, അദ്ദേഹം വലിയ ഇടിമുഴക്കമായി മാറിയ, അദ്ദേഹം സർഗാത്മക രാഷ്ട്രീയം, കലാലയ രാഷ്ട്രീയത്തെ കൂടുതൽ സംവാദാത്മകമാക്കി മാറ്റിയ JNUവിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ, സഹപ്രവർത്തകർ, സഖാക്കൾ വലിയ തരത്തിലുള്ള വീരോചിതമായ ഒരു അന്തിമോപചാരമാണ് അവിടെ നൽകിയത്. എയിംസ് ഹോസ്പിറ്റലിൽ നിന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാർട്ടി നേതാക്കൾ, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് അടക്കമുള്ളവർ ചേർന്നും ഏറ്റുവാങ്ങിയത്. അതിനുശേഷമായിരുന്നു JNUവിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുകയും ചെയ്തത്. വസന്തകുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി മുഴുവൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിൽ സൂക്ഷിക്കും. അതിനുശേഷം നാളെ AKG ഭവനിൽ പൊതുദർശനം. അത് 3 മണി മുതൽ രാവിലെ 11 മണി മുതൽ 3 മണി വരെയാണ് AKG ഭവനിൽ പൊതുദർശനം ഉണ്ടാവുക. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ അടക്കമുള്ളവർ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ഇന്ന് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ അവിടെ ദില്ലിയിലെത്തിയിരുന്നു. അതിനുശേഷം നിരവധി നേതാക്കൾ, പാർട്ടിയുടെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ, വിവിധ സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലുള്ളവർ അദ്ദേഹത്തിനെ അവസാനമായി ഒരു നാക്ക് കാണുവാൻ ദില്ലിയിൽ എത്തിച്ചേർന്നിരുന്നു. യെച്ചൂരിയുടെ JNU എന്നാണ് JNUവിലെ പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ അവിടെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. റെഡ് സല്യൂട്ട് കോമ്രേഡ് സീതാറാം എന്നാണ് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് സീതാറാമിൻ്റെ JNU എന്ന് അവർ ഉറക്കെ ആവർത്തിച്ച് പറയുകയായിരുന്നു. അങ്ങനെയായിരുന്നു JNU എന്ന് പറയുന്ന ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടയാളാണ് അന്നും ഇന്നും സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന നേതാവ്. ഇപ്പോൾ വസന്തകുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, വലിയ തരത്തിൽ വലിയ മഴയാണ് ദില്ലിയിൽ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മഴയെ അവഗണിച്ചുകൊണ്ട് സീതാറാം എന്ന് പറയുന്ന സഖാവിനെ, സുഹൃത്തിനെ, ആ പോരാളിയെ കാണാൻ നിരവധി പേരാണ് JNUവിലടക്കം എത്തിച്ചേരുകയും ചെയ്തത്. ഇപ്പോൾ വസന്തകുഞ്ചിലെ വീട്ടിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ എത്തിച്ചേരുമെന്നാണ് നേരത്തെ വിഷ്ണു തന്നെ പറയുകയും ചെയ്തത്. മുഖ്യമന്ത്രി അവിടെ എത്തിച്ചേരുമോ? ഏത് സമയത്ത് അദ്ദേഹം എത്തിച്ചേരും എന്ന് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? സിജു, സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വസന്തകുഞ്ചിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ കുടുംബാംഗങ്ങളടക്കം ഇവിടെ ഇപ്പോഴുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളടക്കം പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നിരവധി നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രാജ്യസഭ MPമാരായിട്ടുള്ള ജോൺ ബ്രിട്ടാസ്, V ശിവദാസൻ, AA റഹീം ഉൾപ്പെടെയുള്ളവരും ഈ സീതാറാം യെച്ചൂരിയുടെ വസതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ ഔദ്യോഗിക വസതിയിൽ പൊതുദർശനമായിട്ട് ഇല്ല എങ്കിൽ പോലും എല്ലാവരും ഈ ഒരു അവരുടെ പ്രിയ സഖാവിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിജു, ശരി. വിഷ്ണു തലവൂരാണ് വസന്തകുഞ്ചിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മഴയെ അവഗണിച്ചുകൊണ്ട് ദില്ലിയിൽ ഉച്ചയ്ക്ക് ശേഷം വലിയ തരത്തിലുള്ള മഴ പെയ്യുകയാണ്. ആ മഴയെ അവഗണിച്ചുകൊണ്ടാണ് അവിടെ നിലവിൽ നിരവധി പേർ JNU ക്യാമ്പസിലടക്കം എത്തിയത്. ഇപ്പോൾ വസന്തകുഞ്ചിലും പൊതുദർശനമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളടക്കമുള്ളവർ അവിടെ എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.